വചനം തിരുവചനം. ദൈവത്തിന് സ്തുതി. വചനം തിരുവചനം എന്ന ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഇന്ന് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുക നന്മയുള്ളവരായി, നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി എങ്ങനെ മാറാം എന്നതിനെക്കുറിച്ചാണ്. ഇതിനൊരുക്കമായി നമുക്കൊരു നിമിഷം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്ക് നമ്മൾ എടുക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 33-ാമത്തെ തിരുവചനമാണ്. വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ മനസ്സിലാക്കാം. അടുത്ത വചനം, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. കർത്താവ് ഈ തിരുവചനത്തിലൂടെ നമ്മളോട് പറയുന്നത് എങ്ങനെ നന്മയുള്ളവരായി നമുക്ക് തീരാം എന്നതിനെക്കുറിച്ചാണ്. ഒരു നല്ല പ്ലാവാണെങ്കിൽ ആ പ്ലാവിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നല്ല മധുരമുള്ള ചക്കപ്പഴമാണ്. ഏത് മരത്തെ തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ടാണ് എന്ന് നമുക്ക് അറിയാമല്ലോ. കർത്താവ് പറയുകയാണ്, ഒരു മനുഷ്യനെ തിരിച്ചറിയുന്നത് അവൻ്റെ ഹൃദയത്തിൻ്റെ നന്മയുടെ നിക്ഷേപത്തിൽ നിന്നാണ് ഒരു മനുഷ്യനെ തിരിച്ചറിയുക. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറഞ്ഞത്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരങ്ങൾ സംസാരിക്കുന്നത്. നല്ല ഹൃദയം ഒരുവന് സ്വന്തമായിട്ട് വേണമെങ്കിൽ അവന് നന്മയുള്ളവനായിരിക്കണം. അതല്ലെങ്കിൽ നന്മയുള്ളവർക്കേ നല്ല ഹൃദയം സ്വന്തമായിട്ട് ഉണ്ടാവുകയുള്ളൂ. നല്ല ഹൃദയവും നന്മയും സ്വന്തമായിട്ട് ഉള്ളവളാണ് ഞാനെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എൻ്റെ പ്രവൃത്തിയുടെ ഫലങ്ങളെല്ലാം നന്മ നിറഞ്ഞതായിരിക്കും. അതുകൊണ്ട് ഞാൻ നല്ല ഫലം തരുന്ന വൃക്ഷമാണെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ പരിശ്രമങ്ങളും ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കണം എന്നതിനെക്കുറിച്ച് മാത്രമായിരിക്കും. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരി, അവർ 14 വർഷം ഒരുമിച്ച് സ്നേഹിച്ച് നടന്നിട്ട് വീട്ടുകാരുടെ സമ്മതമില്ലാതെ വളരെ ബോധപൂർവം വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിച്ച് ഈ 14 വർഷത്തിന് ശേഷം രണ്ടുപേരും വിവാഹിതരായി. വിവാഹം കഴിഞ്ഞു അവർക്ക് 2 കുഞ്ഞുങ്ങളുമുണ്ടായി, 2 പിള്ളേരായി. അതിനോടകം തന്നെ ഇവർ കുറേശ്ശെ വഴക്കുകളൊക്കെ ആരംഭിച്ചു, സംശയങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഏറിക്കൊണ്ടേയിരുന്നു. ഈ സഹോദരി എനിക്കറിയാവുന്ന ഒരു സഹോദരിയാണ്. അവൾ എന്നോട് ഷെയർ ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, നല്ല ഒരു മനുഷ്യനായിരുന്നു, എങ്ങനെ ഇങ്ങനെ ആയി എന്ന് എനിക്കറിഞ്ഞുകൂടാ. തിന്മയായിട്ടുള്ള കൂട്ടുകെട്ടുകൾ കൊണ്ട് ആയതാകാനാണ് സാധ്യത. നല്ല ഒരു മനുഷ്യനായിരുന്നു, എങ്ങനെ എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയി എന്ന് എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, നന്മയുള്ള ഒരു ഹൃദയം നമുക്കുള്ളപ്പോൾ ഈ നന്മയുള്ള ഹൃദയം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നതാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പം നല്ലവരായി ജീവിക്കാനാണ് നമുക്ക് എളുപ്പം, തിന്മയുള്ളവരായി ജീവിക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ള നന്മയായിട്ടുള്ള ആ ഒരു സ്വഭാവ സവിശേഷതകൾ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവവുമായിട്ട് നമുക്ക് അഭേദ്യമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ടായിരിക്കണം. ബാഹ്യവട്ടത്തിലുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ കൂട്ടുകാർ, നമ്മളുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്നവർ, അവരുടെയൊക്കെ നന്മയാണ് നമ്മൾ സ്വന്തമായി സ്വീകരിക്കേണ്ടത്. ഈ കൊറോണയുടെ ഈ കാലഘട്ടത്തിൽ, ഈ മഹാമാരിയുടെ ഈ നാളുകളിൽ ഒരുപാട് മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന നന്മയുടെ പ്രവർത്തികളെ നമ്മൾ കണ്ടു. ഒരുപാട് പേര് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ന്യൂസുകളിലൂടെയൊക്കെ അത് തത്സമയമൊക്കെ പ്രക്ഷേപണം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. മനുഷ്യരുടെയൊക്കെ ഹൃദയത്തിൽ ഒരുപാട് നന്മയുണ്ട്. നന്മ ചെയ്യുവാൻ, നന്മയിലേക്കാണ് ആത്യന്തികമായിട്ട് അവൻ വിളിക്കപ്പെട്ടിരിക്കുന്നതും. അപ്പം നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകാൻ ഏതാനും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാവുന്നതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക.
ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ വാക്കുകൾക്കൊരു മാധുര്യം ഉണ്ടായിരിക്കുക. നമ്മുടെ വാക്കുകൾക്ക് ദൈവവചനത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. നമ്മുടെ വാക്കുകൾക്ക് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നത് ഒരു സംഭവം നമ്മുടെ വാക്കുകളിൽ ഉണ്ടായിരിക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 23-ാമത്തെ തിരുവെഴുത്ത് വളരെ ശ്രദ്ധേയമാണ്. നമുക്കൊന്ന് കേൾക്കാം. ഉചിതമായ മറുപടി ഒരുവന് ആഹ്ലാദകരമത്രേ, സന്ദർഭോചിതമായ വാക്ക് എത്ര നന്ന്. ഉചിതമായ മറുപടി ഒരുവന് ആഹ്ലാദകരമത്രേ, സന്ദർഭോചിതമായ വാക്ക് എത്ര നല്ലത്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നല്ല വാക്കുകൾ സംസാരിക്കുന്ന ചില മനുഷ്യരുണ്ട്. അങ്ങനെ ഈ നന്മയുടെ വാക്കുകൾ ഉള്ളത്തിൽ തിരുവചനത്തിൻ്റെ അഭിഷേകം നിറഞ്ഞിരിക്കുന്ന വ്യക്തികളോട് നമ്മൾ എത്ര സംസാരിച്ചാലും സമയം പോകുന്നത് നമ്മളറിയില്ല. അവർക്ക് വളരെ സന്തോഷമാണ്, ആനന്ദമാണ്. അവരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന നല്ല വാക്കുകൾ, നല്ല ചിന്തകളാണ് പുറത്തേക്ക് വരിക. അതുകൊണ്ട് കേൾക്കുന്ന നമുക്ക് അതൊരു മുഷിപ്പില്ല. എത്ര സമയം വേണേലും നമ്മൾ കേട്ടിരിക്കും. അങ്ങനെയല്ലേ നമ്മുടെ പ്രത്യേകത? നമ്മൾ സ്നേഹിക്കുന്നവർ നല്ലവരാണെങ്കിൽ അവരുടെ അടുത്ത് എത്ര സമയം ചെലവഴിച്ചാലും നമ്മളിപ്പോൾ അങ്ങ് ഇരുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയിലേക്ക് കടന്നു വരും. ചില നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ അങ്ങ് ഇരുന്നേ ഉള്ളല്ലോ, ഒരു 2 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മളതിനെ വിലയിരുത്തുന്നത് 2 മിനിറ്റായിട്ടാണ്. അത്രയും നമുക്ക് സ്വീകാര്യമായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അവിടെ പ്രിയപ്പെട്ടവരെ, നന്മയുടെ വൃക്ഷമായി തീരാൻ, നന്മയുള്ളവരായി തീരാൻ നമ്മുടെ വചനത്തിൽ നല്ല ഒരു മാധുര്യമുള്ള വാക്കുകൾ കരുതുക, കർത്താവിൻ്റെ വാക്കുകൾ കരുതുക. സമയത്തും സന്ദർഭോചിതമായും ഒക്കെ കർത്താവിൻ്റെ വചനങ്ങൾ, മനുഷ്യർക്ക് സമാധാനം കൊടുക്കുന്ന, ശാന്തി കൊടുക്കുന്ന വാക്കുകളുടെ ഉപയോഗം നന്മയുള്ളവരാക്കി നമ്മളെ തീർക്കും. തിരുവചനത്തിലേക്ക് നമുക്കൊന്ന് ഒരിക്കൽ കൂടി കടന്നു ചെല്ലാം. മത്തായി സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ തിരുവെഴുത്തിൽ ഇപ്രകാരം നമ്മൾ കാണുകയാണ്: നിൻ്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിൻ്റെ വാക്കുകളാൽ തന്നെ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അപ്പം നമ്മുടെ വാക്കുകളാണ്, ആസ്വാദ്യത നിറഞ്ഞ നമ്മുടെ വാക്കുകൾ. ചില മനുഷ്യരുണ്ടല്ലോ ഇങ്ങനെ സ്വയം പൊക്കി പറയുന്നവർ, നമ്മളതിനെ SP എന്നൊക്കെ പറയാറുണ്ടല്ലേ. സ്വയം പൊക്കി ഇങ്ങനെ പറയുന്നവരുണ്ട്, അഹങ്കരിച്ച് പറയുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു വർത്തമാനം കേൾക്കുമ്പോഴേ നമുക്ക് മതിയാവും. അതൊരു ആത്മപ്രശംസയുടെ വശമാണ് അതൊക്കെ. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് ഇരിക്കാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുകയില്ല. അതേസമയം ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ നല്ല മധുരകരമായ കാര്യങ്ങൾ, എന്ന് വെച്ചാൽ മധുരകരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക മുഷിപ്പില്ലാത്ത രീതിയിൽ നമ്മളെ വളർത്തുന്ന, നമ്മളെ ജീവനിലേക്ക് നയിക്കുന്ന, പ്രതീക്ഷയിലേക്കും പ്രത്യാശയിലേക്കും നയിക്കുന്ന ആ ഒരു സംസാര ശൈലിയൊക്കെ നമ്മൾ ഏറെ ഇഷ്ടപ്പെടും. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനുണ്ട്. 4 മക്കളുടെ പിതാവാണ്. അദ്ദേഹം എപ്പോഴും സംസാരിച്ചാലും സംസാരം തുടങ്ങുന്നത് എന്തെങ്കിലും ഒരു നല്ല ചിന്ത പറഞ്ഞുകൊണ്ടാണ്. അതല്ലെങ്കിൽ അവസാനിപ്പിക്കുന്ന സിസ്റ്റർ നമുക്കൊന്ന് പരസ്പരം പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയിൽ ഓർക്കാം. അങ്ങനെ ഒരു മനസ്സിലൊരു ഉന്മേഷം തരത്തക്ക, അല്ലെങ്കിൽ ശരീരത്തിന് ആരോഗ്യം കിട്ടത്തക്ക രീതിയിലുള്ള സംഭാഷണങ്ങൾ യേശുവിൻ്റെ അടുത്ത് ചെന്നിട്ടുള്ളവർക്കൊക്കെ അതാ യേശു സമ്മാനമായിട്ട് കൊടുത്തിട്ടുള്ളത്. അവൻ്റെ വാക്കുകൾ കേൾക്കാൻ ജനം തടിച്ചുകൂടിയിരുന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വെളുമ്പിലെങ്കിലും ഒന്ന് തൊടാനുള്ള മനുഷ്യരുടെ തിക്കുകൾ, ആഗ്രഹങ്ങൾ. പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് കാണിച്ചു തന്ന ഈ വാക്കുകൾ, നമ്മുടെ വാക്കുകൾ ഒരിക്കലും നമ്മളെ കുറ്റം വിധിക്കുന്നത് ആയിത്തീരരുത്. അങ്ങനെയാണെങ്കിൽ കുടുംബജീവിതമൊക്കെ എത്ര സന്തോഷകരമാണ്, സമൂഹ ജീവിതമൊക്കെ എത്ര സന്തോഷമായിട്ട് നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വചനത്തിൽ നല്ല വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം സന്തോഷമുള്ള വ്യക്തികളായി ജീവിക്കുക എന്നുള്ളതാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 20-ാമത്തെ തിരുവെഴുത്ത്: നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണ്. വചനം പറയുകയാണ്, നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണ്. അപ്പം വിശിഷ്ടമായ ഒരു നാവ് ഉള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരാൾക്ക് സന്തോഷമുള്ള ഒരു വ്യക്തിയായി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഓർക്കുകയാണ്, NRC കുളത്തുവയിൽ ധ്യാനമൊക്കെ നടക്കുന്ന സമയത്ത്, ദമ്പതി ധ്യാനം നടക്കുന്ന ഒരു സമയത്ത് 2 ദമ്പതികൾ പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്നോട് പറയുകയാണ്, ചേട്ടൻ പറഞ്ഞു, സിസ്റ്ററെ, ഇവർക്ക് എന്തോരം സാധനങ്ങൾ എന്തെല്ലാം വാങ്ങിക്കൊടുത്താലും ഒരു സന്തോഷമില്ല.
എപ്പോഴും മുഖം ഇങ്ങനെ ഒരു ഒരു സങ്കടപ്പെട്ട ഒരു മുഖഭാവമാണ്, അല്ലെങ്കിൽ എപ്പോഴും ഒരു നിരാശ നിറഞ്ഞ ഒരു കണ്ണുകളാണ് എൻ്റെ ഭാര്യയ്ക്കുള്ളത്. ഇവളെ എങ്ങനെയാണ് ഒന്ന് സന്തോഷിപ്പിക്കാൻ പഠിപ്പിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല സിസ്റ്റർ എന്ന്. പ്രിയപ്പെട്ടവരെ, സന്തോഷിക്കാൻ നമുക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധ്യമല്ല. അതവരുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു ഭാവമാണ്. ദൈവത്തിൻ്റെ സമാധാനത്തിൽ നിന്നും ഒരാൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് സന്തോഷം എന്ന് പറയുന്നത്. സന്തോഷത്തോടു കൂടെ സംസാരിക്കുന്നവരും ഇടപെടുന്നവരും അവരൊക്കെ സമൂഹത്തിന് എപ്പോഴും ഒരു അലങ്കാരമാണ്. ഒരു കുടുംബത്തിൽ അവരുടെ സാന്നിധ്യം വളരെ വലുതാണ്. കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചപ്പം എന്നോട് ഒരു യുവ സഹോദരി ഷെയർ ചെയ്തു, സിസ്റ്റർ വീട്ടിൽ മമ്മി ഇല്ലാത്തതുകൊണ്ടൊരു സുഖമില്ല. എന്തിയെ മമ്മി? അപ്പം വല്യമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഒരാഴ്ചയായിട്ട് വീട്ടിലേക്ക് പോയേക്കുക അമ്മയെ സഹായിക്കാൻ. പറയും മമ്മി ഇവിടെ ഉണ്ടെങ്കിൽ നല്ല സന്തോഷമാണ്. മമ്മി ഇങ്ങനെ രസകരമായ കാര്യങ്ങളൊക്കെ പറയും, നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരും, എല്ലാം നല്ല വൃത്തിയാക്കിയിടും. അപ്പം എല്ലാം കൊണ്ടും മമ്മി ഒരു സന്തോഷവതിയായ ഒരു അമ്മയാണെന്ന് ഈ യുവ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സന്തോഷമാണ് നമ്മുടെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിലൂടെയൊക്കെ പുറത്തേക്ക് കടന്നു വരിക. സങ്കീർത്തന പുസ്തകം 40-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവെഴുത്ത് വളരെ ശ്രദ്ധേയമാണ്. അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക എന്നുള്ളതായിരിക്കണം നമ്മുടെ സന്തോഷം. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ അമ്മ പറഞ്ഞത്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പരിശുദ്ധമ്മയുടെ ആനന്ദം, ദൈവമാണ് അമ്മയുടെ ആനന്ദത്തിൻ്റെ വിഷയം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ സന്തോഷിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. സങ്കടപ്പെടാനൊക്കെ ഏതാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. കാലും കൈയും ഒക്കെ ഇല്ലാത്തവരെയൊക്കെ കാണുമ്പം നമ്മളൊക്കെ എത്ര ഈശോയ്ക്ക് നന്ദി പറഞ്ഞാലാ. അല്ലെ, കണ്ണില്ലാത്തവരെ, ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങൾ ഇല്ലാതെ ജീവിക്കുന്നവരെ, കേൾക്കാൻ സാധിക്കാത്തവരെ, ഇങ്ങനെയുള്ളവരെയൊക്കെ കാണുമ്പോഴാണ് ദൈവം നമുക്ക് സന്തോഷിക്കാൻ തന്നിട്ടുള്ള നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ എന്തോരം നന്ദി പറഞ്ഞാലാണ് മതിയാവുക. അപ്പോൾ സന്തോഷിക്കാൻ ദൈവം നമുക്ക് ഏറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആ കുഞ്ഞു കാര്യങ്ങളിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കണം. ആ ഒരു സന്തോഷമാണ് ദൈവാനുഗ്രഹത്തിൻ്റെ ഉയരങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുക. അതല്ലെങ്കിലുണ്ടല്ലോ എപ്പോഴും പരാതിയും പിറുവിറുപ്പും ആവലാതികളും ഒക്കെ ആയിട്ട് നമ്മൾ കഴിയും. എത്ര കിട്ടിയാലും അങ്ങനെയുള്ള മനുഷ്യർക്ക് പോരാ എന്നൊരു ചിന്തയാണ്. അവർക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഇല്ലാത്ത ഒരു ചെറിയ കാര്യത്തിൽ അവർ ഏച്ചു പിടിച്ച് അങ്ങനെ സങ്കടം ഉള്ളവരായി അല്ലെങ്കിൽ ഒരു ആത്മസന്തോഷമില്ലാത്തവരായി അവർ ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നന്മയിൽ വളരാനായിട്ട് സാധിക്കണമെങ്കിൽ സന്തോഷിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. സന്തോഷമുള്ളൊരു വ്യക്തിക്ക് എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കാനും സന്തോഷമായിരിക്കും. നമുക്കുള്ളത് മറ്റുള്ളവർക്കും വേണ്ടി കൂടിയിട്ടുള്ളതാണ്. ദൈവം എനിക്ക് തന്നേക്കുന്ന എൻ്റെ കഴിവ്, എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, എൻ്റെ സൗന്ദര്യം, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ജോലി, ഇതെല്ലാം സന്തോഷമായിട്ട് ഞാൻ സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവർക്ക് വേണ്ടി കൂടി കൊടുക്കാനായിട്ടുള്ളതാണ്. എൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു പങ്ക് മറ്റുള്ളവർക്കുള്ളതാണ്. എൻ്റെ കഴിവ്, ദൈവം തോരെ കഴിവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ കഴിവിൻ്റെ ഒരു അംശം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ സന്തോഷിക്കുന്ന ഒരാത്മാവിന്, നന്മ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാത്മാവിന് അതിന് വേണ്ട ഇഷ്ടം പോലെ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റും ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിശ്ചയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നമുക്ക് സന്തോഷിക്കാം. നന്മയുള്ളവരായി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. ഇനി 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ദർശനത്തിൽ നമുക്കൊരു കാരുണ്യം വേണം. നന്മയിൽ വളരാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മുടെ ദർശനത്തിൽ നമുക്കൊരു കാരുണ്യം വേണം. എന്ത് കണ്ടാലും, ആരെ കണ്ടാലും, എവിടെ കണ്ടാലും കർത്താവിൻ്റെ കണ്ണുകളിലൂടെ കാണാനായിട്ടുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കണം. വിശന്ന് വലഞ്ഞിരുന്ന തൻ്റെ മുൻപിലുള്ള ജനക്കൂട്ടത്തിൻ്റെ വിശപ്പ് കർത്താവ് കണ്ടു. അത് കാരുണ്യമായി, അപ്പമായി അവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ അധരത്തിലേക്ക് കർത്താവ് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഒരു കാരുണ്യമുള്ള ഒരു മനസ്സ്, അത് ശത്രുവാണെങ്കിൽ പോലും നമുക്ക് അവനോട് കാരുണ്യം കാണിക്കേണ്ട സമയത്ത്, ദയ കാണിക്കേണ്ട സമയത്ത് നമ്മളത് ചെയ്യുക തന്നെ ചെയ്യണം. ഞങ്ങൾ ഡൽഹിയിൽ
വലിയൊരു കൺവെൻഷൻ നടത്താനായിട്ട് പോയപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ വിസിറ്റിനായിപ്പോയി. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ഒരു ഫ്ലാറ്റിൽ ഒരു സ്ത്രീ തന്നെ താമസിക്കുന്നുണ്ട്, തൊട്ട് താഴെ ഒരു കുടുംബമുണ്ട്. അങ്ങനെ അവർ ജീവിക്കുകയാണ്. അപ്പോൾ ഈ സഹോദരി എന്തോ ചെറിയ കാര്യത്തിന് താഴെയുള്ളവരുമായിട്ട് വഴക്കിട്ട് പിന്നെ മിണ്ടാതായി. ഞങ്ങൾ അവിടെ കയറി ചെല്ലുമ്പോൾ താഴത്തെ വീട്ടുകാരുമായിട്ട് മിണ്ടുകയില്ല, നല്ലൊരു പിണക്കത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഈ സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നപ്പം കർത്താവ് ഈ സ്ത്രീയോട് പറയാൻ പറഞ്ഞു, മനസ്സിൻ്റെ ശത്രുത മാറ്റിയിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചാലേ ദൈവം അനുഗ്രഹം തരികയുള്ളൂ. അപ്പോൾ ഈ സഹോദരി എന്നോട് ഷെയർ ചെയ്തു, കുറച്ച് നാളുകളായിട്ട് എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല സിസ്റ്ററേന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് സന്തോഷിക്കാൻ സാധിക്കാത്തത്? അതിൻ്റെ കാരണം മനസ്സിൽ കിടക്കുന്ന ഈ ശത്രുതയാണ്. എങ്ങനെ അവരനോട് ശത്രുത വെച്ചുകൊണ്ട് നമുക്ക് സന്തോഷമുള്ളവരായിട്ടിരിക്കാൻ പറ്റുമോ? പറ്റിയല്ല. സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് സന്തോഷമുള്ളവരായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ, നന്മ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലുള്ള വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും ഒക്കെ മാറ്റിവെച്ചാലേ നന്മ ചെയ്യാനായിട്ടുള്ള ആ ഒരു വാതിൽ സുഗമമായി നമ്മുടെ മുൻപിൽ തുറക്കുകയും അതിലൂടെ സന്തോഷത്തോടെ പ്രവേശിച്ച് നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സന്തോഷത്തോടു കൂടെ നന്മ ചെയ്യുക. ഉള്ളതെന്തോ അത് നമ്മൾ സന്തോഷത്തോടു കൂടെ കൊടുക്കുക. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 1000 രൂപ ഒരുപാട് നാളത്തെ കൊച്ചു ശേഖരണങ്ങളെല്ലാം കൂടെ ശേഖരിച്ച് വെച്ചിട്ട് 1000 രൂപ നിർധനനായ ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന് കൊടുത്ത ഒരു ഫോട്ടോ മൊബൈലിൽ വന്നത് ഞാൻ ഓർക്കുകയാണ്. ഓരോരുത്തരും അവനവനാൽ പറ്റുന്ന നന്മ അവൻ്റെ ഹൃദയത്തിൻ്റെ നന്മയുടെ ഭണ്ഡാകാരത്തിൽ നിന്ന് അവൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹൃദയത്തിൽ നന്മയും സ്നേഹവും സന്തോഷവും നമ്മൾ കാത്തു സൂക്ഷിക്കുക വളരെ നല്ല കാര്യമാണ്. സങ്കീർത്തന പുസ്തകം 71-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവെഴുത്ത് നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അധരത്തിൽ ദൈവത്തിൻ്റെ സ്തുതിപ്പ് നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്കെപ്പോഴും സന്തോഷമുള്ളവരായി ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുക. ഞാൻ ഓർക്കുകയാണ്, എന്നെ 7ാം ക്ലാസ്സിൽ ഹിന്ദി പഠിപ്പിച്ച ടീച്ചർ മരിച്ചുപോയി. ടീച്ചർ പഠിപ്പിക്കുന്ന ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ട്, എനിക്കെന്നല്ല, ഞങ്ങൾക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലാകുകയില്ല. പക്ഷേ ഈ ടീച്ചറിന് വളരെ സന്തോഷവതിയായ ഒരു ടീച്ചറാണ്. ഈ ടീച്ചറിൻ്റെ അടുത്ത് എന്തും ചെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഞാൻ ഓർക്കുന്നു, ഒരു പ്രാവശ്യം ടീച്ചറിൻ്റെ അടുത്ത് വീട്ടിലെ എന്തോ ഒരു വിഷമം, ടീച്ചർ വെച്ച് എന്തോ പറ്റി, അപ്പോൾ വീട്ടിലെ ഒരു സങ്കട വിഷയം ടീച്ചറിനോട് ഷെയർ ചെയ്തു. അപ്പോൾ ടീച്ചർ പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. സന്തോഷമുള്ളവരാക്കിയിട്ട് ജീവിക്കാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, അതെല്ലാം ഓരോ ദിവസത്തെയും പ്രശ്നങ്ങൾ ആ ദിവസം കൊണ്ട് തീരും എന്ന് മനസ്സിലോർത്താൽ മതി. എത്ര കുഞ്ഞുപ്രായത്തിൽ പറഞ്ഞു തന്ന നല്ലൊരു ഉപദേശമാണത്. ഓരോ ദിവസത്തെയും പ്രശ്നങ്ങൾ ഓരോ ദിവസവും തീരാനുള്ളതേ ഉള്ളൂ. അത് മറ്റൊരു ദിവസത്തേന് നീട്ടിവെച്ചാലാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ കട്ടിപിടിച്ച് അത് ദൈവഹിതമല്ലാത്ത രീതിയിൽ ചിന്തയിലേക്കും പ്രവർത്തനത്തിലേക്കുമൊക്കെ പോയി മറിയുക. അതുകൊണ്ട് നമ്മുടെ ദർശനത്തിൽ നമുക്കൊരു കാരുണ്യം വേണം. കാരുണ്യത്തോടു കൂടെ ചിന്തിക്കുവാൻ, പെരുമാറുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടല്ലേ പാവിനിയായ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ യേശു അവളോട് പറഞ്ഞല്ലോ, ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പേടിച്ച് വിറച്ച് കർത്താവിൻ്റെ മുന്നിൽ നിൽക്കുക. ഈശോ പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ പൊയ്ക്കോ, മേലിൽ പാപം ചെയ്യാതിരുന്നാൽ മതി. കാരുണ്യത്തിൻ്റെ ഒരു വലിയൊരു ഒഴുക്ക്, അവളെ ഈ കാരുണ്യക്കടലിൽ അവൾ മുങ്ങി വിശുദ്ധിയുടെ നാളുകളിലേക്ക് പിന്നീടുള്ള ജീവിതങ്ങൾ അവൾ തിരിച്ചുവിടുകയാണ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, കാരുണ്യം കാണിക്കുക നന്മയുള്ള ഒരു മനസ്സിൻ്റെ പ്രത്യേകതയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു തിരുവചനം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ നമുക്ക് നന്മ ചെയ്യുവാനായിട്ട് ഹൃദയത്തിൽ തീരുമാനമെടുക്കാം. നന്മ പുറപ്പെടുവിക്കുന്ന നല്ല വ്യക്തികളായി തീരുവാനായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ തീരുമാനിക്കാം. അപ്പം നമ്മുടെ ദർശനത്തിൽ നമുക്കൊരു കാരുണ്യത്തിൻ്റെ അഭിഷേകം ഉണ്ടായിരിക്കണം. എങ്കിലേ നന്മയുടെ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത തിരുവചനം എന്ന് പറയുന്നത്, നമ്മുടെ പ്രവൃത്തികളിൽ നമ്മൾ ആത്മാർത്ഥത ഉള്ളവരായിരിക്കണം. എന്തെല്ലാം പ്രവൃത്തി! ഒരു ദിവസം പുലർന്നാൽ മുതൽ വൈകുന്നേരം വരെ എന്തുമാത്രം പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നവരാണ്. ഈ പ്രവൃത്തികളെല്ലാം അതിൻ്റെ ആത്മാർത്ഥതയിൽ നമ്മൾ ചെയ്യണം. ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഈശോ
തക്കതായ പ്രതിഫലം നമുക്ക് തരും. നന്മ ചെയ്യുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരാത്മാവിൻ്റെ സവിശേഷതയാണ്, നന്മ കുടികൊള്ളുന്ന ഒരു ഹൃദയത്തിൻ്റെ സവിശേഷതയാണ് അവരുടെ പ്രവൃത്തികളിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കുക. ദൈവം ഏൽപ്പിക്കുന്നത് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കാനാണെങ്കിൽ അത് അതിൻ്റെ മനോഹാരിതയിൽ, അതിൻ്റെ ശ്രേഷ്ഠതയിൽ ഏറ്റവും നന്നായി ചെയ്യുക. പ്രവൃത്തികളിൽ ആത്മാർത്ഥത. തിരുവചനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. യെശയ്യായുടെ പ്രവചന ഗ്രന്ഥം 26-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവെഴുത്ത്. വചനം ഇപ്രകാരമാണ് പറയുന്നത്: ഞങ്ങളുടെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ കർത്താവേ അങ്ങാണല്ലോ ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ കർത്താവേ അങ്ങാണല്ലോ ചെയ്യുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചെയ്യുന്ന മുഴുവൻ നന്മ പ്രവൃത്തികളുടെയും കേദാരം എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവമാണ് ഓരോ വ്യക്തികളെ കൊണ്ടും നന്മയുടെ പ്രവൃത്തികൾ ചെയ്യിക്കുക. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു വെക്കുന്നത്, കർത്താവേ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങാണല്ലോ ചെയ്യുന്നത് എന്ന്. വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ പ്രവൃത്തിക്ക് ഒത്ത പ്രതിഫലം ഓരോരുത്തർക്കും ലഭിക്കുന്നു. നമ്മൾ എന്ത് ചെയ്തോ ആ പ്രതിഫലമാണ് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവം നമുക്ക് തരിക. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഹൃദയത്തിൽ സ്നേഹമുള്ളവരായിരിക്കണം. നന്മയുള്ളവരായി തീരാൻ ഹൃദയത്തിൽ സ്നേഹമുള്ളവരായിരിക്കണം. നമ്മൾ കണ്ടുമുട്ടുന്നവർ എല്ലാവരോടും സ്നേഹത്തോടുകൂടെ ഇടപെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ സ്നേഹമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അപ്പം സ്നേഹത്തിൽ പദമൂന്നിക്കൊണ്ട് നന്മയുള്ള മനുഷ്യരായി തീരുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഈ തിരുവചനത്തിലൂടെ നമുക്കിന്നൊരു തീരുമാനമെടുക്കാം. കർത്താവേ, നന്മയുടെ മനുഷ്യരായി ഞങ്ങൾ രൂപപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.